അതായത് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടാ. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇന്ന് 27/12/2005 രാവിലെ സുബഹിയോട് അടുപ്പിച്ചിട്ട് കണ്ടൊരു കാഴ്ചയാണ്. എല്ലാ ദിവസവും ഒരുപാട് വർഷമായി 10, 40, 20, 30, 40 വർഷത്തോളം രാവിലെ എല്ലാ ദിവസവും 5 മണിക്ക് CH സെൻറ്ററിൻ്റെ അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ ടീം, അതുപോലെ DYFIൻ്റെ ഒരു ടീം എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന രോഗികൾക്കും അവർക്ക് കൂട്ടിയിരിക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുക. ഈ 5 മണിക്ക് അവർ ഭക്ഷണം കൊടുക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ എത്ര മണിക്ക് എണീക്കുന്നുണ്ടാവും? അതും ഫ്രീ ആയിട്ട്, സദക്കയായിട്ട്. ഇവിടെ ഒന്ന് കാണുന്നില്ല നിങ്ങൾ? എത്ര ആൾക്കാർ ക്യൂ ആയിട്ട് ഇവിടെ നിന്നിട്ട് ഫ്രീ ആയിട്ട് അവിടെ ഫുഡ് കൊടുക്കുന്നു. ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാർ അവസാന ഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഡോക്ടർമാർ വിടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത് രാവിലെ 5 മണിക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താക്കപ്പെടുന്നത് എല്ലാതരം ഫുഡുകൾ, രാവിലെ കഴിക്കേണ്ട എല്ലാ ഫുഡുകളും ഇവിടുന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് നാളെ എല്ലാവരും മരിച്ചുകൊണ്ട് ശരിയില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് മാത്രം ചെയ്യുക. ഒരു മനുഷ്യൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക, ആളെ വഞ്ചിക്കാതിരിക്കുക, ആളെ സാമ്പത്തികമായിട്ട് പൈസമായിട്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാതിരിക്കരുത്. അങ്ങനെ എല്ലാം കൊണ്ട് മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്താക്കുക, എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട് അവരെ വേണ്ടില്ല. ഇവർക്ക് ഇതിൻ്റെ കൂലി അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കൂലിയാണ്. എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് എത്ര ജനങ്ങൾക്ക് മിനിമം 1-2 ആൾക്കാരുണ്ടാവും രാവിലെ. ഇവർക്കെല്ലാവർക്കും ഇഡ്ഡലി, വെള്ളാപ്പം, നൂൽപുട്ട്, പൊറാട്ട, ചപ്പാത്തി അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നില്ല. ഇതോടെ സ്ഥലം വരുന്നത് CH മെഡിക്കൽ ഷോപ്പായത്. അതുകൊണ്ട് നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ പൈസ ആരും കയ്യിലുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥാപനത്തിന് കൊടുക്കും പൈസ. ഇവിടെ വരണം. ദുനിയാവിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം എന്താക്കണോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരിക. അതിൻ്റെ പരിസരത്തൊന്ന് വന്ന് നോക്കിയാൽ നമുക്കൊന്നും ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും അല്ലാതെ നിൽക്കില്ല. ഒരു ബുദ്ധിമുട്ടും നമുക്ക് അല്ലാതെ നിൽക്കില്ല. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കണ്ട ഇവിടെ നോക്കി എത്ര ആംബുലൻസുകൾ കണ്ട ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഫുൾ ആംബുലൻസ് ഉണ്ട്. ഓരോ ദിവസം രാവിലെ കിടക്കുന്ന ആംബുലൻസ്.